ഒന്ന് ആലോചിച്ചു നോക്കൂ. 1400 വർഷങ്ങൾക്ക് മുമ്പ്, 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് റസൂലുള്ള പറയാണ്, ഏതാനും സമയങ്ങൾക്ക് ലോകം അവസാനിക്കാൻ സാധ്യതയുണ്ട്. കാരണം സൂറിങ്ങനെ ചുണ്ടിൽ വെച്ചുകൊണ്ടാണ് ഇസ്രാഫീൽ നിൽക്കുന്നത്. വളരെ ശ്രദ്ധയോടെ നിൽക്കുകയാണ്. എപ്പോഴാണ് സൂറിൽ ഊതുന്നതെന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ട് എനിക്ക് എങ്ങനെ സുഖിക്കാൻ പറ്റും? അപ്പൊ നബി തങ്ങളോട് സഹാബത്ത് ചോദിക്കുക, അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ ഞങ്ങൾ എന്തു വേണം? നിങ്ങൾ ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ ചൊല്ലിക്കോളാൻ പറഞ്ഞു. 1400 വർഷം കഴിഞ്ഞിട്ട് ലോകം അവസാനിച്ചില്ല. ഇനിയും ഒരുപാട് നാൾ നീണ്ടുപോകുമെന്ന് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? ഇനിയും ഒരുപാട് നാൾ നീണ്ടു പോകുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെ ഒരു ധാരണ നിങ്ങൾക്കുണ്ടോ? എനിക്കുണ്ടോ? സഹോദരങ്ങളെ, ഏത് സമയത്തും അത് സംഭവിക്കാം. അള്ളാഹു അതിന് ആ ലോകാവസാനത്തിന് മുമ്പ്, നമ്മളൊക്കെ മരിക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും ഒരു നന്മ നമ്മുടെ ജീവിതത്തിന്റെ ബാക്കി പത്രമായി ചെയ്തു വെക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതിനുവേണ്ടി പരിശ്രമിച്ചോളി. അതിനുവേണ്ടി എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ജീവിതം മാറ്റിവെച്ചോളിൻ. അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഏത് പ്രതിസന്ധി ഉണ്ടെങ്കിലും ഓതേണ്ട ഒരു ദുആയാണ് നബി തങ്ങൾ പഠിപ്പിച്ചത്. ലോകാവസാനം എന്ന പ്രതിസന്ധിക്ക് അപ്പുറം ഏത് പ്രതിസന്ധിയാണുള്ളത്? ഇപ്പൊ നമ്മുടെ നാട്ടില്, കേരളത്തില് ഒരു ചെറിയ പ്രളയം ഉണ്ടായപ്പോ, ചെറുതെന്നല്ലാതെ പിന്നെന്താന്ന് പറയാ? ചെറുതെന്ന് പറഞ്ഞാൽ നന്നേ ചെറുത്, ഏറ്റവും ചെറിയ അതായത് ട്രയലിന് വേണ്ടിയിട്ട് മുല്ലപ്പെരിയാറും ഇടുക്കിയും അതുപോലെ ഉപഡാമുകളും ഒരു ചെറിയ ട്രയലിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഉയർത്തിയപ്പോഴേക്ക് സെക്കൻഡിൽ 20 ലക്ഷം ലിറ്റർ വെള്ളം ദിശ മാറി ഒഴുകി. ചെറിയ പരീക്ഷണം, ചെറുത്, വളരെ ചെറുത്. അത് വന്നപ്പോഴേക്ക് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളൊക്കെ എന്താ പറഞ്ഞത്? നിങ്ങൾ ആരെങ്കിലും കരുതി ഇതുപോലെ നമ്മൾ ഒരുമിച്ച് കൂടുമെന്ന്? ഉറപ്പിച്ചില്ലേ നമ്മളൊക്കെ ഇനി ഇങ്ങനെ ഒരു സംഗമം ഉണ്ടാവുകയില്ല, ഇനി നമുക്ക് പരസ്പരം ആരെയും കാണാൻ പറ്റില്ല? കാരണം 10ഉം 20ഉം വർഷം വിദേശ രാജ്യത്ത് അറബിയുടെ വീട്ടിൽ അടിമവേല ചെയ്തിട്ട് ഉണ്ടാക്കിയ സമ്പാദ്യം മുഴുവനും നോക്കിക്കൊണ്ട് നിൽക്കുമ്പോ വെള്ളത്തിൽ ഒളിച്ചു പോകുന്നത് കണ്ടിട്ട് നെഞ്ച് പെടഞ്ഞ എത്ര ആളുകളാണ് തന്റെ കൂടപ്പറപ്പുകൾ വെള്ളത്തിൽ ഒലിച്ചു പോകുന്നത് കണ്ടിട്ട് നിറ കണ്ണുകളോടെ നോക്കി നിന്ന എത്ര ആളുകളാണ്. നിങ്ങൾ നോക്കി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പരീക്ഷണം ചെറുതു വന്നു. ആ ചെറിയ പരീക്ഷണം വന്നപ്പോ നമ്മളൊക്കെ എല്ലാവരും എന്തായി? രാഷ്ട്രീയ വൈരാഗ്യങ്ങളും മാറ്റി, സംഘടനാ വൈവിധ്യങ്ങളും മാറ്റി, സംഘടനാ സങ്കുചിതത്വ മനോഭാവങ്ങളും മാറ്റി, എല്ലാവരും ഒറ്റക്കെട്ടായി. അല്ലേ? എല്ലാവരും ഒറ്റക്കെട്ടാണ്. എന്തൊരു സൗഹാർദ്ദമായിരുന്നു. ആർക്കും കൊടി പൊക്കണ്ട, ആർക്കും പോസ്റ്റർ കാണിക്കണ്ട, ആർക്കും ഫ്ലക്സ് ഉയർത്തണ്ട, ഒന്നും വേണ്ട. ഒരുമിച്ച് കറുത്തവനും വെളുത്തവനും ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും ഏത് പാർട്ടിക്കാരനും ഏത് സംഘടനക്കാരനും എല്ലാവരും ഒരുമിച്ച് ഒരു തളികയിലേക്ക് കൈയിട്ട് വാരി കഴിക്കുകയാണ്. അള്ളാഹുവിന്റെ ഒരു ചെറിയ പരീക്ഷണം വന്നപ്പോ എന്റെ സഹോദരങ്ങളെ, ലോക അവസാനം എന്ന് പറയുന്നത് അതുപോലെയാണോ? ആകാശം പൊട്ടിയങ്ങ് വീഴും, നക്ഷത്രങ്ങൾ തകർന്നിങ്ങ് താഴെ വീഴും, കടലിലെ വെള്ളങ്ങൾ മുഴുവൻ കത്തിക്കപ്പെടും, തീയാവും. ഈ പർവ്വതങ്ങളൊക്കെ അപ്പൂപ്പൻ താടി പോലെ പാറി പറന്ന് നടക്കും. ഇതാണ് ലോകാവസാനത്തിന്റെ അടയാളങ്ങൾ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ആ സമയത്ത് ഭൂമി കിടുകിടാ വിറപ്പിക്കപ്പെടും. അന്ന് ഇതിനകത്തുള്ളത് സർവ്വതും പുറന്തള്ളപ്പെടും. ആളുകൾ നോക്കുമ്പോൾ സ്വർണത്തിന്റെ കൂമ്പാരമാകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഈ ഭൂമിയുടെ അടിത്തട്ടിൽ മുഴുവനും സ്വർണത്തിന്റെ കനികളാണ്. അത് മുഴുവനും പുറന്തള്ളിയിട്ട് നമ്മുടെ പള്ളിയുടെയും വീട്ടിന്റെയും മുമ്പിലൊക്കെ ഇങ്ങനെ കുന്നുകൂടി സ്വർണത്തിന്റെ വലിയ വലിയ കട്ടികൾ കിടക്കുകയാ. അത് കണ്ടിട്ട് നമ്മൾ പറയും, ഇതിനു വേണ്ടിയിട്ടല്ലേ നമ്മൾ തമ്മി തല്ലിയത്, ഇതിനു വേണ്ടിയിട്ടല്ലേ ഞാൻ എൻ്റെ ഭാര്യയെ കൊണ്ടുവന്ന് അങ്ങ് ആക്കിയത്, ഇതിനു വേണ്ടിയിട്ടല്ലേ ഞാൻ ഒരുത്തനെ കൊന്നത്, ഇതിനു വേണ്ടിയിട്ടല്ലേ ഞാൻ മറ്റുള്ളവനോടൊക്കെ ഷൗട്ട് ചെയ്തത്. ഇപ്പൊ ഇതാർക്കും വേണ്ട. എന്തൊരു കാര്യമാണ്. കാലൽ ഇൻസാനു മാലഹ, എന്തു പറ്റി എന്ന് പറയുന്ന ആ ലോകാവസാനം അല്ലാതെ ഏതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി? ഒന്നുമല്ല. അപ്പൊ നമ്മൾ പറയേണ്ട ദിക്ർ ഏതാ? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം, ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ. നബി തങ്ങൾ പറഞ്ഞു, ഖൂലു ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ. അല്ലാഹു നമുക്ക് ജീവിതത്തിൽ സൂക്ഷ്മത പാലിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, വളരെ സെക്കൻഡുകൾ കൊണ്ട് ലോകം അവസാനിക്കുമെന്ന് പറയുമ്പോൾ ചില അടയാളങ്ങൾ വരാതെ ലോകം അവസാനിക്കില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കം വരുന്നില്ലല്ലോ, സമയമായില്ലല്ലോ.
എന്താ ഇടയ്ക്കിടയ്ക്ക് പോകുന്നുണ്ട് പ്രശ്നം? ചില അടയാളങ്ങൾ വരാതെ ലോകം അവസാനിക്കില്ല. ആ അടയാളങ്ങൾ പറഞ്ഞത് 1400 കൊല്ലങ്ങൾക്ക് മുമ്പാണ്. അന്ന് ഈ പറയുന്ന അടയാളങ്ങളൊന്നും ഇല്ല. നബി തങ്ങൾ പറഞ്ഞു ഇന്ന ഇന്ന അടയാളങ്ങൾ ഉണ്ടായാൽ അത് ലോകാവസാനത്തിന്റെ അടയാളമാണ്. ആ അടയാളങ്ങൾ തീർച്ചയിൽ തീർച്ച ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കാൻ. അങ്ങനത്തെ 2-3 കാര്യങ്ങൾ ഞാൻ പറയാം ഇൻഷാ അല്ലാഹ്. നമുക്ക് രക്ഷപ്പെടാനുള്ള ചില മാർഗങ്ങളൂടെ നമുക്ക് വിശദീകരിക്കണ്ടേ. അള്ളാഹു തൗഫീക്ക് തരട്ടെ. ഹബീബായ നബി തങ്ങൾ പറയുകയാണ് ലാ തഅതി അലന്നാസി സമാൻ യഅതി അലന്നാസി സമാൻ. ഒരു കാലം വരാനുണ്ട്, ഒരു സമയം വരാനുണ്ട്. ആ സമയം ഏതെന്നറിയോ? യജ്തമിഊന ഫീഹി വയുസല്ലൂന ഫിൽ മസാജിദി. ആളുകൾ തിങ്ങിക്കൂടിയിട്ട് പള്ളികളിൽ നമസ്കരിക്കാൻ വേണ്ടി വരുന്ന കാലമാണ്. ആളുകൾ പരസ്പരം ഒരുമിച്ച് കൂട്ടുന്നതാണ്. ആളുകൾ പരസ്പരം ഒരുമിച്ച് കൂടുന്നതാണ്. ഹബീബായ നബി തങ്ങൾ പറയുകയാണ് യജ്തമിഊന ഫീ. ആളുകൾ എല്ലാവരും സംഗമിക്കുന്നതാ, എല്ലാവരും ഒരുമിച്ച് കൂടുന്നതാണ്. എന്നിട്ടോ വയുസല്ലൂന ഫിൽ മസാജിദി. അല്ലാഹുവിന്റെ പള്ളികളിൽ നമസ്കാരം നടക്കുന്നതാണ്. അല്ലാഹുവിന്റെ പള്ളികളിൽ പോയി നിസ്കരിക്കുന്നതാണ്. സഹോദരങ്ങളെ, ശ്രദ്ധയോടെ ഈ ഹദീസ് നിങ്ങളൊന്ന് കേൾക്കണേ. അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാ. ആദരവായ പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ഈ പറയുന്ന സംഭവം നമ്മുടെ മഹല്ലിലില്ലേ, നമ്മുടെ നാട്ടിലില്ലേ, നമ്മുടെ നാടുകളിലില്ലേ? സഹോദരങ്ങളെ, ലോകം അവസാനമായി അന്ന് നമുക്ക് മനസ്സിലാക്കിക്കൂടെ? ഇനി എന്തിനാണൊരു വൈകൽ? ഇനി എന്തിനാണൊരു പിന്തൽ? നമുക്ക് നന്മയിലേക്ക്, സുഹൃതങ്ങളിലേക്ക് നമുക്ക് സുസജ്ജമായ നിലയിൽ കടന്നു വന്നൂടെ? ഈ അനുഗ്രഹീതമായ കൂട്ടായ്മയിൽ നിങ്ങൾക്കൊന്ന് അണിനിരന്നൂടെ? ഇതിനെ നിങ്ങൾക്കൊന്ന് പ്രോത്സാഹിപ്പിച്ചുകൂടെ? കാരണം ലോകാവസാനത്തിന്റെ അടയാളങ്ങൾ ഹബീബായ തങ്ങൾ പറഞ്ഞത് യഅതി അലന്നാസി സമാൻ. ഒരു കാലം വരാനുണ്ട്, ഈ ഒരു കാലം വരാനുണ്ട്, ഒരു സമയം വരാനുണ്ട്. ആ സമയം വന്നാൽ യജ്തമിഊന ഫീഹി. ആളുകൾ ഒരുമിച്ച് കൂടുന്നതാണ്. യുസല്ലൂന ഫിൽ മസാജിദി. അവര് പള്ളിയിൽ വന്ന് നിസ്കരിക്കുന്നവരാ. ഇന്ന് പള്ളിയിലെ നിസ്കാരക്കാർക്ക് കുറവുണ്ടോ? ഇന്ന് പള്ളിയിലെ നോമ്പുകാർക്ക് കുറവുണ്ടോ? ഇന്ന് പള്ളിയിലെ ഹജ്ജിന് പോകുന്നവർക്ക് കുറവുണ്ടോ? ഹജ്ജിന്റെ കോട്ടകൾ ഗവൺമെന്റ് വെട്ടിക്കുറയ്ക്കുകയാ. ഉംറയ്ക്ക് പോകുന്നവരുടെ എണ്ണം കൂടിയപ്പോൾ എന്തെല്ലാം നിയമങ്ങളാണ് വെച്ചത്. 3 വർഷത്തിൽ ഒരിക്കൽ പോയിട്ടുള്ള ഒരാൾക്ക് വീണ്ടും പോകണമെങ്കിൽ 40,000 രൂപ അഥവാ 2000 റിയാല് കൊടുക്കണമെന്നാണ്. സഹോദരങ്ങളെ, ഞാൻ ഉംറയ്ക്ക് പോയാൽ 3 വർഷം കഴിഞ്ഞേ പോകാൻ പാടുള്ളൂ. അതിനു മുമ്പ് ഞാൻ പോണമെന്ന് വാശി പിടിച്ചാൽ 2000 സൗദി റിയാല് കൊടുക്കണം. അഥവാ ഇന്ത്യൻ റുപ്പി 40,000 രൂപ അഡീഷണൽ ആയിട്ട് ചാർജ് ചെയ്യപ്പെടുകയാ. എന്തിനാണ്? സൗദി ഗവൺമെന്റിന് പൈസ കിട്ടാനല്ല, ആളുകളുടെ ഒഴുക്കൊന്ന് കുറയ്ക്കാനാ. അത്രത്തോളം ആളുകളാണ് ഇന്ന് ഉംറയ്ക്ക് പോകുന്നത്. അത്ര ആളുകളാണ് പള്ളിയിൽ നിസ്കാരത്തിന് വരുന്നത്. എത്ര പള്ളികളാണ് പുനർനിർമ്മാണം നടത്തപ്പെടുന്നത്? ഉസ്താദേ, പള്ളി വിപുലീകരിക്കണം, പുറം പള്ളി കൂടി അകം പള്ളിയാക്കുകയാ. അതിന്റെ മുകളിൽ കൂടി എടുക്കുകയാണ്, ഷീറ്റ് ഇടുകയാണ്. അതിന്റെ വടക്കേ പുറത്തും തെക്കേ പുറത്തും കൂടി ഒരു ഷീറ്റ് ഇറക്കിയിടുകയാണ്. ആളുകൾ വരുമ്പോ നിസ്കാരത്തിന് സൗകര്യമില്ലത്രേ. നമസ്കാരത്തിന് ആളുകൾ കുറവില്ല. നോമ്പിന് കുറവുണ്ടോ? പണ്ട് റമളാൻ മാസങ്ങളിൽ നോമ്പ് പിടിച്ചിട്ട് ഇഫ്താർ നടത്തിയ ആളുകളാ. ഇന്ന് പല പള്ളികളിലും സുന്നത്ത് നോമ്പുകളിൽ ഇഫ്താറുണ്ട്. മേറാജിന്റെയും ബറാത്തിന്റെയും താസുഅയുടെയും ആശൂറയുടെയും അറഫയുടെയും ബറാത്തിന്റെയും ദിവസങ്ങളിൽ പള്ളികളിൽ ഇന്ന് നോമ്പ് തുറയാണ്. കാരണം സജീവമാണ്, ആളുകൾക്ക് നോമ്പുണ്ട്. തിങ്കളും വേടനും നോമ്പ് പിടിക്കുന്നവരുടെ എണ്ണം കൂടുതലാ. തഹജ്ജുദും ളുഹായും മുടക്കാത്ത ആളുകളാ. ദിക്ർ ഹൽക്കകളും മജ്ലിസുൻ നൂറുകളും സംഘടിപ്പിക്കുന്ന ആളുകളാ. കേരളത്തിൽ തന്നെ കുമ്പള, കാസർഗോഡ് മുതൽ ഇങ്ങ് കന്യാകുമാരി വരെ ഒരു ദിവസം ഏറ്റവും കൂടുതൽ, ഏറ്റവും കുറഞ്ഞ 25 പ്രസംഗമെങ്കിലും നടക്കുകയാ. സഹോദരങ്ങളെ, പ്രസംഗങ്ങൾക്ക് കുറവില്ല, ആളുകൾക്ക് കുറവില്ല, ഒന്നിനും കുറവില്ല. പക്ഷേ നബി തങ്ങൾ പറയുകയാണ് അവസാന കാലം വന്ന പള്ളി
പള്ളികളിലെ നിസ്കാരത്തിന് ആളുകൾ കൂടും, നോമ്പ് പിടിക്കാൻ ആളുകൾ കൂടും, ഹജ്ജിനും ഉംറയ്ക്കും ധാരാളം ആളുകൾ വരും. പക്ഷേ വലൈസ ഫീഹിം മുഅ്മിനൂ, അവരിൽ മുഅ്മിനീങ്ങൾ കാണൂല, അവരിൽ വിശ്വാസമുള്ളവർ കാണൂല. അല്ലാഹുവിന്റെ പരിശുദ്ധമായ തിരുവചനമാണ്, മുത്തുനബിയുടെ തിരുവചനങ്ങളാണ്. ആ കാലം ഇതല്ലേ? ചിന്തിച്ചു നോക്ക്. ഇന്നാരക്കാരെയാണ് വിശ്വാസമുള്ളത്? 2000 റുപ്പിക 2000 റുപ്പിക ദിവസം വരുമാനമുള്ള ചെറിയ പെട്ടിക്കടയിൽ പോലും 20,000 രൂപയുടെ CCTV ക്യാമറയാണ്. കാരണം മുതലാളിക്ക് തൊഴിലാളിയെ വിശ്വാസമില്ല. എന്റെ സഹോദരങ്ങളെ, വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. തിരുവനന്തപുരം സെൻട്രൽ ജുമാ മസ്ജിദിലാണ് ഞാൻ ജോലി ചെയ്യുന്നത്. ആ പള്ളിയിൽ മാത്രം 37 ക്യാമറയാണ്. എന്റെ സഹോദരങ്ങളെ, എവിടെയും അങ്ങനെ തന്നെ. ആർക്കും ആരെയും വിശ്വാസമില്ലാത്ത കാലമാണ് ഇന്ന്. പള്ളിയിൽ ആളുകൾ വരുന്നതിന് കുറവുണ്ടോ? ആളുകൾ നോമ്പ് പിടിക്കുന്നതിന് കുറവുണ്ടോ? പക്ഷേ വിശ്വാസം അവരുടെ ഹൃദയത്തിലില്ല. ഈമാനില്ലാത്ത കൗമാണി എന്ന് പഠിപ്പിച്ചതാരാ? ഇന്നേവരെ കള്ളം പറഞ്ഞിട്ടില്ലാത്ത ആമിനാടെ പൊന്നുമോ നബി മുഹമ്മദ് മുസ്തഫ. സഹോദരങ്ങളെ, ഈമാനിന്റെ കുറവിന്റെ ഏറ്റവും വലിയ പ്രകടമായ തെളിവെന്തെന്നറിയോ? ഈമാനില്ലാത്തതിന്റെ ഏറ്റവും വലിയ തെളിവാണ്, നിസ്സാര പ്രശ്നങ്ങൾ മതി അവര് തമ്മിൽ ഉടക്കി തമ്മിൽ അകന്നു പോകുന്നു. മനുഷ്യൻ തമ്മിൽ അകന്നുകൊണ്ടിരിക്കുന്നു. ഈമാനിന്റെ കുറവാണ്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകട്ടെ. ഈമാൻ ഉണ്ടാകാൻ ഒരു ചെറിയ വഴി ഞാൻ പറഞ്ഞു തരാം. എന്നെ കേൾക്കുന്ന സഹോദരിമാരോടും സഹോദരങ്ങളോടും എനിക്ക് പറയാനുള്ളത്, ഈമാൻ ഉണ്ടാകാൻ ഒരു ചെറിയ വഴി ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിചയപ്പെടുത്തി. ആ വഴി ഇന്നത്തെ രാത്രി മുതൽ നിങ്ങൾ ഹയാത്താക്കുവോ, നിങ്ങളുടെ ഈമാൻ സെക്കൻഡ് വെച്ച് അള്ളാഹു വർദ്ധിപ്പിച്ച് തരും. ഈമാൻ യസീദു വയൻഖുസു, ഈമാൻ ചുരുങ്ങും, ഈമാൻ വർദ്ധിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഈമാൻ ചുരുങ്ങുമ്പോഴാണ് പള്ളിയിലും കയറൂല, ആളുകളെ പറ്റി ഫസാദും പറയും, അങ്ങനെ അങ്ങ് നടക്കും. ഈമാൻ കൂടുമ്പോഴാണ് ഒരു വെള്ളക്കുപ്പായൊക്കെ ഇട്ട് പിന്നെ പള്ളി നമ്മുടെ കയ്യിലായി, പിന്നെ എപ്പോഴും പള്ളിയിലാണ്, പിന്നെ പള്ളിയിലാണ് നമ്മൾ എപ്പോഴും ഉള്ളത്. ഈമാൻ നന്നേ കുറഞ്ഞു പോകുമ്പോ നമ്മൾ പള്ളിയിൽ നിന്ന് പുറത്തു ചാടും. ഇതാണ് നമ്മുടെ സ്വഭാവം. ആരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. കൽബിലാണ് ഈമാനുള്ളത്. കൽബ് എന്ന് പറഞ്ഞാൽ മാറി മറിയുക എന്നാണ്, ചെരിയുക എന്നാണ് കൽബിന്റെ അർത്ഥം, അല്ലേ? ഇപ്പൊ ഇങ്ങനെയാണെങ്കിൽ നാളെ എങ്ങനെയായിരിക്കും. അപ്പൊ ഇതാണ് കൽബ്, അവിടെയാണ് ഈമാൻ ഉള്ളത്. ഈമാൻ ചുരുങ്ങും, വർദ്ധിക്കും. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, എപ്പോഴാണോ ചുരുങ്ങിക്കോട്ടെ, പക്ഷെ മരിക്കുന്ന സമയത്ത് അതിന്റെ ഫുൾ പവർ അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈമാനില്ലാത്ത വിഭാഗമാണ് നിസ്കാരത്തിന് തിങ്ങിക്കൂടുന്നതെന്ന് നിബിധങ്ങൾ പഠിപ്പിച്ചു. അതിന്റെ ഏറ്റവും വലിയ തെളിവാണിത്. അത് ഞാൻ ഈമാൻ ഉണ്ടാകാൻ കാര്യം പറയാം. അത് പറയുമ്പോൾ മനസ്സിലാവും ഇന്ന് നമ്മുടെ ഇടയിൽ ഇത് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അകന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ചെറിയ വഴി, ഒരു ചെറിയ തന്ത്രം, സൂത്രം, അത് നിങ്ങൾക്ക് ഇൻഷാ അല്ലാഹ് ഞാനൊന്ന് പറയാൻ. അത് ഇന്ന് മുതൽ നിങ്ങൾ ചെയ്താൽ അള്ളാഹുവിനെ സാക്ഷിയാക്കി പറയുന്നു, നമ്മുടെ ഈമാൻ ഇങ്ങനെ വർദ്ധിച്ചു കൊണ്ടിരിക്കും. നമുക്ക് ഈ ലോകാവസാനത്തിന്റെ അടയാളമായി നബി തങ്ങൾ പറഞ്ഞ വിഭാഗത്തിലായി നമ്മൾ പെടില്ല. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. എന്താ നബി തങ്ങൾ പറഞ്ഞത്? ലാ തദ്ഖുലുൽ ജന്ന ഹത്താ തുഅ്മിനൂ, നിങ്ങൾ വിശ്വാസികളാകുന്നത് വരെ സ്വർഗത്തിൽ കടക്കൂല. നിങ്ങൾ ഈമാനുള്ളവരാകുന്നത് വരെ നിങ്ങൾക്ക് സ്വർഗം ലഭിക്കില്ല. ഈമാനുള്ളവരാകുന്നത് വരെ, നിങ്ങൾ വിശ്വാസികളാകുന്നത് വരെ നിങ്ങൾക്ക് അല്ലാഹുവിന്റെ സുഖലോലുപ സ്വർഗമില്ല. ശേഷം നബി തങ്ങൾ പറയുകയാണ്, വലാ തുഅ്മിനൂ, നിങ്ങൾ വിശ്വാസികളാവുകയില്ല ഹത്താ തഹബ്ബു, നിങ്ങൾ പരസ്പരം ഇഷ്ടപ്പെടുന്നത് വരെ, നിങ്ങൾ പരസ്പരം ഒന്ന് ഉള്ളു തുറന്ന് സ്നേഹിക്കുന്നത് വരെ നിങ്ങൾ ആരും തന്നെ വിശ്വാസികളാകില്ലെന്ന് മുഹമ്മദ് റസൂലുള്ളാഹ്. പരസ്പരം നിങ്ങൾക്കൊന്ന് സ്നേഹിച്ചൂടെ സഹോദരങ്ങളെ? പരസ്പരം ഒന്ന് ഉള്ളു തുറന്നൊന്ന് സ്നേഹിച്ചുകൂടെ? മനസ്സിന്റെ വിശാലമായ വാതിലൊന്ന് തുറന്നിട്ട് തന്റെ പ്രിയപ്പെട്ട സഹോദരനെ നിന്റെ നെഞ്ചിനകത്ത് പ്രതിഷ്ഠിച്ചൂടെ? എന്നാ നമുക്ക് ഈമാന് വർദ്ധിക്കുമെന്നാണ് നബി തങ്ങൾ പറയുകയാണ്. നിങ്ങൾ പരസ്പരം ഇഷ്ടപ്പെടുന്നത് വരെ മോമിനീങ്ങളല്ല, നിങ്ങൾ മോമിനീങ്ങളാകുന്നത് വരെ റബ്ബിന്റെ സ്വർഗവും നിങ്ങൾക്ക് കിട്ടൂല.
അപ്പൊ ഈമാൻ ഉണ്ടാകാ കാരണം പരസ്പരം ഇഷ്ടപ്പെടലാണ്. ഞാൻ നിങ്ങളെ ഇഷ്ടപ്പെടണം, അത് എന്തിന്റെ പേരിലാണ്? നിങ്ങളുടെ പണം കണ്ടുകൊണ്ടാകരുത്. നിങ്ങളുടെ പോക്കറ്റിൽ നല്ല നല്ല പളപളാ മിന്നുന്ന ഗാന്ധി തലകൾ ഇരിക്കുന്ന കണ്ടാൽ അതിന്റെ പേരിൽ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ട് എന്റെ ഈമാൻ കൂടൂല. നിങ്ങൾ പാവപ്പെട്ടവനാകാ, ഒരു വിശ്വാസിയാണ്, ഒരു സഹോദരനാണ്, ഒരു മനുഷ്യനാണ് എന്ന അർത്ഥത്തിൽ നമ്മൾ സ്നേഹിക്കാനും ഇഷ്ടപ്പെടാനും തീരുമാനിച്ചാൽ ഈമാൻ വർദ്ധിക്കുമെന്നല്ലേ? അല്ലാഹു നമ്മുടെ ഈമാൻ വർദ്ധിപ്പിച്ചു തരട്ടെ. സഹോദരങ്ങളെ, പരസ്പരം ഇഷ്ടപ്പെടാതെ നമുക്ക് ഈമാൻ കിട്ടൂല. ഈമാൻ കിട്ടണമെങ്കിൽ പരസ്പരം നമുക്ക് സ്നേഹമുണ്ടാകണം. പെണ്ണുങ്ങളെ, നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിസാര കാര്യങ്ങളുടെ പേരിൽ തമ്മിൽ പിണങ്ങി നടക്കരുത്. ഇന്ന് ഭർത്താക്കന്മാര് അയൽക്കാരുമായി പിണങ്ങുന്നതിന്റെ ഏറ്റവും മുഖ്യ കാരണം സ്ത്രീകളാണ്. നിസാരമായ വാക്ക് തർക്കങ്ങളുടെ പേരിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് കൊടുക്കൽ വാങ്ങൽ നടത്തുന്നതിന്റെ പേര് ഭാര്യമാരെ തമ്മിലുള്ള പിണക്കമാണ് ഭർത്താക്കന്മാരെ തമ്മിലുള്ള പിണക്കത്തിലെത്തിക്കുന്നത്. അത് തന്നെയാണ് നാട്ടിൽ നടക്കുന്ന കത്തിക്കുത്തുകളിൽ കലാശിക്കുന്നത്, നാടുകളിൽ നടക്കുന്ന കലാപങ്ങളിൽ എത്തിക്കുന്ന പെൺകുട്ടികളുടെ, പെണ്ണുങ്ങളുടെ, സ്ത്രീകളുടെ പരസ്പരമുള്ള പിണക്കമാണ്. അതുകൊണ്ട് ദീനീ ബോധമുള്ള, മതബോധമുള്ള, സ്നേഹിക്കുന്ന പ്രിയപ്പെട്ട പെങ്ങന്മാരോട് പറയാനുള്ളത്, നിങ്ങൾ തമ്മിൽ പരസ്പരം നിങ്ങൾ സ്നേഹമുള്ളവരാവുക, വിട്ടുവീഴ്ച മനോഭാവമുള്ളവരാവുക, കാരുണ്യത്തിന്റെ കവാടങ്ങൾ ഹൃദയത്തിൽ നിന്ന് മലക്കെ തുറന്നു കൊടുക്കുക. എന്തുകൊണ്ടെന്നറിയോ? നിങ്ങൾ പരസ്പരം ഇഷ്ടപ്പെട്ടാലേ ഈമാൻ കിട്ടുകയുള്ളൂ. സഹോദരങ്ങളെ, പരസ്പരം ഇഷ്ടപ്പെടാനും ഒരു വഴിയുണ്ട്. എന്താണെന്നറിയോ? ഈ പറയുന്ന കാര്യം ഇന്നു മുതൽ നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് അറിയാതെ, നിങ്ങൾ അറിയാതെ പരസ്പരം നിങ്ങൾ ഇഷ്ടപ്പെടുമെന്നാണ് ആദരവായ റസൂലുള്ളാഹി പറയുകയാ. നിങ്ങൾ പരസ്പരം ഒന്ന് സലാം പറയോ, നിങ്ങൾ കാണുമ്പോൾ ഒന്ന് സലാം പറയോ. അവന്റെ രാഷ്ട്രീയം നോക്കണ്ട, സംഘടന നോക്കണ്ട, അവൻ ധരിച്ചിരിക്കുന്ന ഡ്രസ്സിന്റെ വലിപ്പക്കുറവുകൾ നോക്കണ്ട, അവന്റെ തലയിൽ കെട്ടിന്റെ വലിപ്പം നോക്കണ്ട. അവനോട് നിങ്ങൾക്കൊന്ന് ഉള്ളു തുറന്ന് സലാം പറയാൻ കഴിയോ? എന്നാ നിങ്ങൾ പരസ്പരം ഇഷ്ടപ്പെടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു തന്നെ ഭാഗ്യം തരട്ടെ. സഹോദരങ്ങളെ, പരസ്പരം ഇഷ്ടപ്പെടാൻ നമുക്കൊരു ചെറിയ വഴിയാണ് നബി തങ്ങൾ തുറന്നു തന്നത്. കാണുമ്പോ സലാം പറയണം, അത്രേ. കാണുമ്പോ സലാം പറയണം. സലാം പഠിപ്പിച്ചു കൊടുക്കുന്ന സമയത്ത് സഹാബാക്കൾ എന്താ ചെയ്തെന്നറിയോ? ആദ്യം സലാം, പിന്നെ കലാം. ആദ്യം സലാം, പിന്നെ കലാം. കണ്ടാൽ ആദ്യം സലാം പറയണം, പിന്നെയാണ് വർത്താനം പറയേണ്ടത്. അതാണ് അതിന്റെ രീതി. അപ്പൊ സലാം പറയുമ്പോ കാണുമ്പോഴാണ് സലാം പറയേണ്ടത്. ഇത് പഠിച്ച സഹാബാക്കൾ എന്താ ചെയ്തെന്നറിയോ? മതിലുകളിലും മരത്തിന്റെ മരങ്ങളിലും അതുപോലെ തന്നെ പാറകളിലും സഹാബാക്കൾ ഒളിച്ചിരിക്കും. ഇപ്പൊ ഈ ബോക്സിന്റെ പിന്നിൽ വന്നിട്ട് നേരെ അങ്ങോട്ട് ഇറങ്ങിയിട്ട് സലാം പറയും. കാണുമ്പോഴാണല്ലോ സലാം പറയേണ്ടത്. എന്നിട്ട് വീണ്ടും ഇപ്പുറത്തൂടെ ഇവിടെ വരും. എന്നിട്ട് വീണ്ടും അങ്ങോട്ട് ഇറങ്ങിയിട്ട് സലാം പറയും. കൂടുതൽ കൂലി കിട്ടാനും അവർക്ക് പരസ്പരം കൂടുതൽ ഇഷ്ടപ്പെടാനും. ഇന്ന് നമ്മൾ ഇതേപോലെ ഒളിച്ചു നിൽക്കും, മരത്തിന്റെ ചുവട്ടിലും അതുപോലെ മതിൽക്കെട്ടിന്റെ ഉള്ളിലും. എന്തിനാണെന്നറിയോ? വരുന്നത് ഞങ്ങളിൽപ്പെട്ടവനല്ല, അതുകൊണ്ട് അവന്റെ സലാം പറയാതിരിക്കാൻ വേണ്ടിയാ. അത് ലോകാവസാനത്തിന്റെ ഏറ്റവും വലിയ അടയാളമല്ലേ സഹോദരങ്ങളെ? ഉള്ളു തുറന്നൊന്ന് സലാം പറയാൻ നമുക്ക് എന്താ മടി? ഞാൻ ചോദിക്കട്ടെ, സലാം പറയുന്നതിന് അള്ളാഹു വെച്ചിരിക്കുന്ന കൂലി 100 എണ്ണമാണ്. എത്ര റഹ്മത്ത, എത്ര കൂലിയാണ്? 100 കൂലിയാണ്. സഹോദരങ്ങളെ, ലോകം അവസാനിക്കുന്നത് എപ്പോഴെന്ന് പറയാൻ കഴിയില്ല. പക്ഷേ ആദരവായ പ്രവാചകന് സ്വഹാബത്തിനോട് വിവരിക്കുകയാണ്. സ്വഹാബത്തെ, എനിക്കെങ്ങനാണ് രസിക്കാൻ കഴിയുക? എനിക്കെങ്ങനാണ് സന്തോഷത്തോടെ നടക്കാൻ കഴിയുക? ഖദിൽ തഖമഹു വസഗാ സമഉഹു വഹനാ ജബ്ഹതഹു. സൂറന്ന കാഹളമുണ്ടല്ലോ, ലോകനശീകരണായുധമുണ്ടല്ലോ, അത് ഇസ്രാഫീൽ എന്ന മലക്കു ചുണ്ടിലേക്ക് ചേർത്ത് വെച്ചിരിക്കുകയാ. എന്നിട്ട് അസ്ഗാ സമഉഹു, ചെകിടങ്ങ ഇങ്ങനെ കൊടുത്തു നിൽക്കുകയാ. നെറ്റിട്ടടം ഇങ്ങനെ കുനിച്ചു നിൽക്കുകയാണ്. ഇത് മനസ്സിലാക്കാൻ ഞാൻ നിങ്ങൾക്കൊരു ഉദാഹരണം പറഞ്ഞു തരാ. ഒരു മൈതാനത്ത് ഓട്ട മത്സരം നടക്കുകയാ. ഒരു ലൈൻ വരച്ചിട്ട് ഓട്ട മത്സരം നടത്തുന്നപ്പോൾ മത്സരാർത്ഥികൾ വരയുടെ പിന്നിൽ ആ വരയിലേക്ക് തള്ളവിരലുകൾ ചേർത്ത് വെച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. അവരുടെ മുമ്പിൽ ഇതിന്റെ മാസ്റ്റർ വിസിൽ ചുണ്ടോട് ചേർത്ത് വെച്ച് നിൽക്കുകയാണ്. ഈ കൊച്ചുകുട്ടികൾ ഓട്ട മത്സരത്തിന് വേണ്ടിയിട്ടാണ് വന്നത്.
അവര് ഓടാൻ വേണ്ടി എത്തിയപ്പോഴാണോ മാസ്റ്ററുടെ വിസിൽ മുഴങ്ങുന്നത്. ആ സമയത്ത് ഓടാൻ വേണ്ടിയിട്ട് ചുണ്ടോട് ചേർത്ത് വെച്ചിരിക്കുന്ന വിസിലിനെ ശ്രദ്ധിക്കാതെ സഹോദരങ്ങളെ മേപ്പോട്ട് പൊങ്ങി തലപൊക്കി നോക്കാതെ ആ കാലിന്റെ തള്ളവിരലിലേക്ക് നോക്കിയാണ് നിൽക്കുക. കാരണം എപ്പോഴാണോ ശബ്ദം കേൾക്കുന്നത് ഓടിത്തുടങ്ങാനാണ്. സഹോദരങ്ങളെ ഇതുപോലെയാണ് ഇസ്രാഫീൽ അലൈഹിസ്സലാം സൂറെന്ന് പറയുന്ന കാഹളമെടുത്ത് ചുണ്ടോട് ചേർത്ത് വെച്ച് നിൽക്കുന്നു എന്ന് നബി തങ്ങൾ പറഞ്ഞപ്പോഴാണ്. 1400 വർഷങ്ങൾക്ക് മുമ്പാണ്. 1400 വർഷങ്ങൾക്ക് മുമ്പാണ്. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ തിരുദൂതര് പറയുകയാ, ഇസ്രാഫീൽ എന്ന മാലാഖ സൂറെന്ന കാഹളത്തിൽ ചുണ്ടോട് ചേർത്ത് വെച്ച് നിൽക്കുമ്പോ എങ്ങനെയാണ് സഹാബ എനിക്ക് സുഖിക്കാൻ കഴിയുക? എങ്ങനെയാണ് സഹാബ എനിക്ക് രസിക്കാൻ കഴിയുക? ഇത് കേൾക്കുമ്പോ നിങ്ങൾ ആരും ചിന്തിക്കണ്ട സഹാബത്ത് സുഖിച്ചവരാണെന്ന്. ഇല്ല പെങ്ങളെ, സഹാബത്തിന് എന്ത് സുഖമാണ് ഉണ്ടായിരുന്നത്? ഒരൊറ്റ ചെറിയ സംഭവം ഞാൻ നിങ്ങളോട് പറഞ്ഞു തരട്ടെയോ? നിങ്ങൾക്കറിയുമോ, രാജ്യത്തിന്റെ ഭരണാധികാരികൾ പോലും, ഈ രാജ്യത്തിന്റെ രാഷ്ട്രപിതാവ് പോലും, മഹാത്മജി പോലും പറഞ്ഞത് ഇന്ത്യ രാജ്യത്ത് ആരുടെ ഭരണം വേണമെന്നാ? ആരുടെ ഭരണം വേണമെന്നാ? ഉമറുൽ ഫാറൂഖിന്റെ ഭരണം ഈ രാജ്യത്ത് വേണമെന്നാ പറഞ്ഞത്. എന്താണത് പറയാനുള്ള കാരണം എന്തറിയോ? 10 കോടി രൂപയുടെ 10 ലക്ഷം രൂപയുടെ കോട്ടിട്ടത് കൊണ്ടല്ല, നല്ല വില കൂടിയ പെണ്ണ് കുത്തിയത് കൊണ്ടല്ല, കണ്ണടക്കി എത്രയോ ലക്ഷക്കണക്കിന് രൂപയുടെ വിലയുള്ളത് കൊണ്ടല്ല. സഹോദരങ്ങളെ, ഉമർ റളിയല്ലാഹു അൻഹു മദീന ഭരണാധികാരിയായി ചാർജ് എടുക്കുന്ന ദിവസം, മദീനത്തിന്റെ ഭരണാധിപനായി ചാർജ് എടുക്കുന്ന ദിവസത്തിൽ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിനെ മദീനത്തെ പള്ളിയിൽ കാണുന്നില്ല. ഒന്ന് ശ്രദ്ധയോടെ കേൾക്കണേ ചെറുപ്പക്കാരാ, എന്റെ ആഡംബരത്തോടെ ഞാനും നിങ്ങളും നടക്കുമ്പോ നിങ്ങളെക്കാൾ ആഡംബരമാണ് എനിക്കെന്ന് പറയുന്നതിൽ എനിക്ക് നാണമില്ല. കാരണം എന്റെ സഹോദരങ്ങളെ പറയുന്നതിൽ എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. എന്റെയും നിങ്ങളുടെയും ആഡംബര ജീവിതം തന്നെയാണ്. മുൻഗാമികളെ തട്ടിച്ച് നോക്കുമ്പോ നമ്മളെന്ത് സുഖലോലുപരാണ്. മഹാനായ ഉമറുൽ ഫാറൂഖ് തങ്ങളെ ഭരണാധികാരം ഏറ്റെടുക്കാൻ വരുന്നത് വൈകിയാണ്. മദീന പള്ളി നിബിഡമാണ്, എല്ലാവരും നിരനിരിക്കുകയാണ്. ആ സമയത്ത് ഉമർ തങ്ങളെ കാണുന്നില്ല. സാധാരണ റസൂലുള്ള വരുന്ന സമയം കഴിഞ്ഞു, അബൂബക്കർ സിദ്ദീഖ് വന്നിരുന്ന സമയവും കഴിഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹുവിനെ കാണാനില്ല. കുറെ സമയം കഴിഞ്ഞപ്പോൾ ഓടിക്കിതച്ച് വരികയാ. ഓടി കിതച്ച് വിയർത്തൊലിച്ചിട്ട് ഉമർ തങ്ങൾ മദീനത്തെ പള്ളിയിൽ ഓടി കയറുകയാ. എല്ലാവരും ശ്രദ്ധയോടെ കാത്തിരിക്കുന്നു എന്താ സംഭവിച്ചത്. മിമ്പറിലോട്ട് കയറുന്നതിന് മുമ്പ് മദീനയുടെ ഭരണാധികാരിയായി അവരോധിതനാകുന്ന ഉമർ റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്നൊരു കാര്യം പറയുകയാ. മക്കളെ, ഞാൻ താമസിച്ചതിന്റെ കാര്യം അറിയണ്ടേ? എന്നിട്ട് ഞാൻ നയപ്രഖ്യാപന പ്രസംഗം നടത്താ. ഞാൻ വൈകിയതിന്റെ കാരണം നിങ്ങളോട് പറഞ്ഞിട്ട് വേണം എനിക്ക് മിമ്പറിൽ കയറി നയപ്രഖ്യാപനം നടത്താൻ. അങ്ങനെ ആളുകളെ ശ്രദ്ധയോടെ കാത്തിരിക്കുമ്പോൾ ഉമറുൽ ഫാറൂഖ് തങ്ങൾ വൈകിയതിന്റെ കാരണം പറയുകയാ. എന്താ വൈകിയതെന്ന് അറിയോ? ഉമർ തങ്ങൾ പറയുന്നു, സഹാബാ, ഇന്നത്തെ ദിവസം ഉമറിന്റെ ജീവിതത്തിന് നിർണായക ദിവസമാണ്. ഇന്നത്തെ ദിവസം അല്ലാഹു അനുഗ്രഹിച്ച ദിവസമാണ്. മദീനയുടെ ഭരണസാരഥ്യം ഞാൻ ഏറ്റെടുക്കുന്ന ദിവസമാ. ഒരു ആത്മീയ സാമ്രാജ്യത്തിന്റെയും 2 ഭൗതിക സാമ്രാജ്യത്തിന്റെയും അധിപനായി ഞാൻ അവരോധിതനാവുകയാ. ഇന്നത്തെ ദിവസം ഞാൻ ധരിക്കുന്ന ഏറ്റവും നല്ല വസ്ത്രമാകണ്ടേ സഹാബ? ഇന്ന് ഞാൻ ഏറ്റവും നല്ല വസ്ത്രമല്ലേ ഇടേണ്ടത്? ഏറ്റവും നല്ല കുപ്പായമല്ലേ ധരിക്കേണ്ടത്? ഏറ്റവും നല്ല കന്തൂറയല്ലേ ധരിക്കേണ്ടത്? ഏറ്റവും നല്ല ജുബ്ബയല്ലേ ധരിക്കേണ്ടത്? സഹാബാക്കൾ സമ്മതിച്ചു. ഉമർ തങ്ങൾ പറയുന്നു, സഹാബത്തെ, ഞാൻ ഇന്നലെ രാത്രി നോക്കുമ്പോ ആ ഏറ്റവും നല്ല ജുബ്ബ കന്തൂറ അഴുക്ക് പിടിച്ച് കിടക്കുകയാ. അത് ഞാൻ എടുത്ത് കഴുകി സഹാബാ. പിറ്റേന്ന് നേരം വെളുത്ത് ഞാൻ ഉണങ്ങാൻ വിരിച്ചു സഹാബാ. ഒന്ന് ഉണങ്ങി കിട്ടണ്ടേ എന്നിട്ട് വേണം നിങ്ങളുടെ മുമ്പിലെത്താൻ. ഉണങ്ങിയത് പകുതിയാണ് ഞാൻ എടുത്തിട്ട് കൊണ്ടുവന്ന് ഇനിയും നിന്നാ വൈകി പോകുമെന്ന് പേടിച്ചുകൊണ്ട് സഹാബത്തിന്റെ കാര്യം മനസ്സിലായി.
സഹാബത്തിന് കാര്യം മനസ്സിലായി. നോക്കുമ്പോൾ മദീന പള്ളിയുടെ മിമ്പറിലേക്ക് ഉമർ തങ്ങൾ നയപ്രഖ്യാപനത്തിന് കയറുകയാ. ആ സമയത്ത് മദീന പള്ളിക്കകത്തൊരു കൂട്ടക്കരച്ചിൽ നടക്കുന്നു. എന്താ കാര്യമെന്നറിയോ? കൂട്ടക്കരച്ചിലാണ്. സ്വഹാബാക്കൾ ഒരുമിച്ചിരുന്ന് പൊട്ടിക്കരയുകയാ. മദീന പള്ളി ഇതുപോലൊരു കരച്ചിലിന് രണ്ട് സമയത്താണ് സാക്ഷ്യം വഹിച്ചത്. ഒന്ന് ആദരവായ പ്രവാചകന്റെ വഫാത്തിന്റെ സമയത്ത്, അതിനുശേഷം ബിലാൽ തങ്ങൾ എനിക്ക് ഇനി ബാങ്ക് കൊടുക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞ് എന്റെ ഹബീബിനെ കണ്ട മദീന, എന്റെ ഹബീബില്ലാതെ എനിക്ക് മദീനത്ത് വേണ്ട, എന്റെ റസൂലുള്ളാഹി കേട്ടുകൊണ്ട് നിൽക്കുമ്പോൾ ഞാൻ കൊടുത്ത ബാങ്ക്, എന്റെ റസൂലുള്ള കുബ്ബത്തുൽ ഖദ്റായിൽ കിടക്കുമ്പോ, റൗള ശരീഫിനകത്ത് കിടക്കുമ്പോ ഞാൻ എങ്ങനെയാണ് ബാങ്ക് കൊടുക്കുക? ഇല്ല, എന്നെ കൊണ്ട് കഴിയില്ല. ഒരു ഭാണ്ഡക്കെട്ടുമാകിട്ട് മദീനയിൽ നിന്ന് ബിലാൽ റളിയല്ലാഹു അൻഹു പൊട്ടിക്കരഞ്ഞുകൊണ്ട് മദീനത്ത് നിന്ന് മടങ്ങി പോകുന്ന ദിവസമാണ് സഹാബത്ത് കരഞ്ഞത്. മൂന്നാമത് കരഞ്ഞത് സിദ്ദീഖ് തങ്ങളുടെ ശേഷം ഫാറൂഖ് തങ്ങൾ നയപ്രഖ്യാപനം നടത്തുമ്പോഴാ. എന്താ കരയേണ്ട കാരണമെന്നറിയോ? കാരണം ബോധിപ്പിച്ചല്ലോ. തുണി ഞാൻ അലക്കി ഉണങ്ങാൻ വിരിച്ചിരുന്നു, അതാണ് വൈകിയ കാരണമെന്ന് പറഞ്ഞു. പക്ഷേ മിമ്പറിലോട്ട് കയറുന്നപ്പോ സഹാബാക്കള് കൂട്ടക്കരച്ചിലാണ്. എന്താ കരയേണ്ട കാരണമെന്നറിയോ? ഏറ്റവും നല്ല വസ്ത്രമാണ് ഞാൻ ധരിച്ചതെന്ന് പറഞ്ഞ ഉമർ തങ്ങൾ, ഇന്നത്തെ ദിവസം ഞാൻ ഭരണാധിപനായി ചാർജെടുക്കുന്ന ദിവസമാണ്, അതുകൊണ്ട് എന്റെ ജീവിതത്തിൽ ഇന്ന് ഏറ്റവും നല്ല വസ്ത്രം ഞാൻ ധരിക്കണം, അലങ്കാരത്തോടെ വരണമെന്ന് പറഞ്ഞ ഉമർ തങ്ങളുടെ കുപ്പായം കണ്ടത് സഹാബത്ത് മദീനയുടെ മിമ്പറിൽ നിൽക്കുമ്പോഴാണ്. അല്ലാഹുവേ, 40ഓളം സ്ഥലങ്ങളിൽ തുന്നിത്തെച്ചതാണ്, 40ഓളം സ്ഥലങ്ങൾ തുന്നിത്തെച്ചതാണ്, കണ്ടം വെച്ച തുണിയാണ്, 40ഓളം സ്ഥലങ്ങളിൽ തുന്നിച്ചേർത്ത് വെച്ചിരിക്കുന്ന കുപ്പായമാണ്. ഉമർ റളിയല്ലാഹു അൻഹു കരച്ചിലടക്കി പിടിച്ച് ഖുത്ബ നടത്തുകയാ. സ്വഹാബാക്കൾ വല്ലാതെ പൊട്ടിക്കരഞ്ഞു പോവുകയാ. ഇങ്ങനെ ഒരു ഭരണാധികാരി കഴിഞ്ഞു പോയിട്ടുണ്ട്, 10 ലക്ഷത്തിന്റെ കോട്ട് ധരിച്ചിട്ടില്ല. സഹോദരങ്ങളെ, അത് ദീർഘവീക്ഷണത്തോടെ മനസ്സിലാക്കിയ ഖലീഫ ഉമറിന്റെ ഭരണ രാജ്യത്ത് വേണമെന്ന് പറഞ്ഞത് മഹാത്മാഗാന്ധിജിയാണ് എങ്കിൽ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹാബത്തിനോട് നബി തങ്ങൾ ഞാൻ എങ്ങനെയാണ് സുഖിക്കുക എന്ന് ചോദിക്കുമ്പോ സഹാബത്ത് സുഖിച്ചു എന്ന് കരുതണ്ട. നബി തങ്ങളുടെ വീട്ടിലെ 33 മാസത്തോളം 90 ദിവസത്തോളം 3 പിറ കാണുന്നത് വരെ അള്ളാന്റെ ഹബീബിന്റെ വീട്ടിനകത്ത് പച്ചവെള്ളവും ഈത്തപ്പഴവും അല്ലാതെയില്ല. അങ്ങനെ ഒരു വീട് ഈ തുവൂര് കാണിക്കാൻ പറ്റുമോ? അങ്ങനെ ഒരു വീട് ഈ നാട്ടില് കാണിക്കാൻ കഴിയുമോ? പാലക്കൽ വെട്ട എന്ന് പറയുന്ന പ്രദേശത്തുണ്ടോ അങ്ങനെ ഒരു വീട്? അങ്ങനത്തെ ഒരു വീടില്ലല്ലോ ഈ നാട്ടില്. സഹോദരങ്ങളെ, ഉടുക്കാൻ ഡ്രസ്സില്ലാത്തതിന്റെ പേരിൽ കടം വാങ്ങി ഇട്ടുകൊണ്ടുവന്ന ആരെങ്കിലും ഈ മർഹൂം ഉണ്ണിക്കോയ തങ്ങൾ നഗറിൽ ഇരിപ്പുണ്ടോ? ആരെങ്കിലും ഭക്ഷണം കഴിക്കാനില്ലാത്തതിന്റെ പേരിൽ അപ്പുറത്തെ വീട്ടിൽ ചെന്ന് കൈനീട്ടി ഒരു നേരത്തെ ഭക്ഷണം കഴിച്ചു കൊണ്ടുവന്നവരാരെങ്കിലും ഈ സരസിലുണ്ടോ? ഇല്ല. അള്ളാഹു നമുക്ക് തന്ന നിഅമത്ത് എത്രയാ? 1400 വർഷങ്ങൾക്ക് മുമ്പ് റസൂലുള്ള ചോദിക്കുകയാണ്, സഹബാ, ഞാൻ എങ്ങനെയാണ് സുഖിക്കുക? ഞാൻ എങ്ങനെയാണ് സന്തോഷിക്കുക? എന്താ നബിയേ? ഇസ്രാഫീൽ സൂറിൽ ഇങ്ങനെ ചുണ്ടോട് ചേർത്ത് വെച്ചിരിക്കുകയാണല്ലോ. എപ്പോഴാണ് അള്ളാന്റെ കൽപ്പന വരുമ്പോ ഈ സൂറെന്ന കാഹളത്തിൽ ഒരു ഊത്തു വരുന്നത് എപ്പോഴാണ്? ഈ ലോകം മുഴുവനും നശിക്കപ്പെടുന്നത് എപ്പോഴാണ്? അറിയില്ല. ആ സമയത്ത് സഹാബത്ത് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ് മാദാ തഅമുറുനാ യാ ഹബീബല്ലാഹ്. നബിയേ, അങ്ങനെ ലോകാവസാനം അടുത്തെന്നറിഞ്ഞാൽ ഞങ്ങളോട് എന്തെങ്കിലും അങ്ങക്കൊന്ന് കൽപ്പിച്ചൂടെ? ഞങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണ്ടേ? ലോകാവസാനം അടുത്തെന്ന് ഞങ്ങൾ അറിയുമ്പോ എന്തെങ്കിലും ഞങ്ങളൊന്ന് ചെയ്യണ്ട നബിയേ. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഖൂലൂ ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. എന്നെ കേൾക്കാൻ വേണ്ടി വന്ന സഹോദരങ്ങളെ, എന്റെയും നിങ്ങളുടെയും ചുണ്ടുകൾ ചലിക്കേണ്ടത് ഇതുകൊണ്ടാണ്. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ, ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ.